രാവിലെ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ചായപ്പൊടി തീർന്നു പോയി കേട്ടോ. ഞാനാണെങ്കിൽ ഏട്ടനോട് പറയാനും മറന്നു. വീട്ടിൽ കുറച്ച് കാപ്പിപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മോൾക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. മോൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് ചോറും ഉപ്പേരിയൊക്കെ രാവിലെ തന്നെയാവും. മോനാണെങ്കിൽ നല്ല ഉറക്കം. അവൻ ഉറങ്ങുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക. അരിയിട്ട് തിളച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. അവൻ എണീച്ചാൽ കുളിക്കാൻ പോലും എന്നെ സമ്മതിക്കില്ല. ലച്ചുമോൾക്കാണെങ്കിൽ ഇന്നലെ പനിയായിരുന്നു കേട്ടോ. ഇന്നലെ അവൾ സ്കൂളിൽ പോയില്ല, നല്ല ക്ഷീണമായിരുന്നു. ഇന്ന് കുറവുണ്ട്, മരുന്നൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കണം. മോൾ ഇന്നലെ പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ, അമ്മ നൂൽപുട്ട് മതിയെന്ന്. അപ്പോൾ നൂൽപുട്ടാണെന്ന് ഉണ്ടാക്കുന്നത്. അവൾക്കാണെങ്കിൽ നൂൽപുട്ടിന് കിഴങ്ങ് കറിയാണ് ഇഷ്ടം. ഉണ്ണിയേട്ടനോട് ഇന്നലെ കിഴങ്ങ് വാങ്ങി വരാൻ പറഞ്ഞ ഉണ്ണിയേട്ടന് മറന്നു വന്നു. അപ്പോഴേക്കിനും കാശിമോൻ എണീറ്റ് കേട്ടോ. അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവൻ എന്നെ നോക്കി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നേ. ഫോണിൽ നോക്കിയപ്പോൾ നല്ല ചിരിയും. ഉണ്ണിയേട്ടൻ പീടികയിൽ പോയിട്ട് കിഴങ്ങൊക്കെ വാങ്ങി വന്നു കേട്ടോ. അപ്പോഴേക്കിനും കറിയൊക്കെ ഉണ്ടാക്കിയതാ ഞാൻ ചായ കുടിക്കുന്നുണ്ടേ. ഉണ്ണിയേട്ടനാണെങ്കിൽ അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ എന്നെ സഹായിക്കും കേട്ടോ. കാശിമോന് പിടിച്ച് നടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും അവൻ്റെ കൂടെ ഒരാൾ വേണം. അതുകൊണ്ട് മോള് പോകുമ്പോഴേക്കിനും എൻ്റെ പണികളൊക്കെ കഴിയും. അതിൻ്റെ ഇടയിൽ മോള് റെഡിയായി കേട്ടോ. അവൾക്കാണെങ്കിൽ ഇന്ന് നൂൽപുട്ടും കറിയും മതി എന്നാണ് പറഞ്ഞത്. ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പോവാനേ.